ഇവിടെ ചീര അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ചീര ഉണ്ടാവും. ചീര തോരനാണ് മെയിൻ. നിത്യവഴുതന എന്ന് പറയും. നിത്യവഴുതന കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രിയൂരുമാവെന്ന് പറയും ഇവിടെയൊക്കെ. പക്ഷേ ആ മാങ്ങയൊന്നും നമുക്കിപ്പോൾ കിട്ടണില്ല. ഈ പയർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പയർ തരുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് പടർന്ന് കയറിയേക്കുവാണ്. ഒരു ചെടി പോലെ വേണമെങ്കിൽ നമുക്കിത് വെക്കാം. അത്ര ഭംഗിയായത്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ നിരത്തി വെക്കാം. നമുക്ക് എടുത്ത് കറി വെക്കുകയും ചെയ്യാം. അതുപോലത്തെ ഒരു ചീര ഇത്. ഇത് കൂർക്ക കേട്ടോ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച മാതിരിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കണേ കേട്ടോ. കണ്ടോ, മൊത്തം ഇങ്ങനെ താഴത്തേക്ക് വീണ് താഴത്തും വേര് പിടിച്ചേക്കുവാണേ. കണ്ടോ, മരത്തിലൊക്കെ പടർന്ന് തന്നെ ഇത് മുളച്ചു വരും. മഴയത്തൊക്കെ ഇതിൻ്റെ വിത്തങ്ങ് ഒഴുകിപ്പോവും. ഇപ്പോൾ വിത്ത് ആയിട്ടില്ല. ഒരു നല്ല കറുത്ത കളറിലെ വിത്ത്. എന്നിട്ട് അത് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ നാട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേളിൽ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട് ടെറസിൽ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം ഏകദേശം ഒരു 1 year അടുക്കെ ആവാറായി തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അമ്മയുടെ അടുക്കളത്തോട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പച്ചക്കറികളൊന്നും അല്ല. ഇപ്പോൾ ഓരോ സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ വേറെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. വാ, നമ്മളിതാ ഇങ്ങോട്ട് ടെറസിലേക്ക് കയറി വരുമ്പോൾ തന്നെ വള്ളിച്ചീരയാണ് കേട്ടോ. ഇതിങ്ങനെ പടർന്ന് കയറുന്ന വള്ളിച്ചീരയാണേ. ഇത് നമുക്ക് തോരൻ വയ്ക്കാം, ചാറ് കറിയായിട്ട് പരിപ്പിട്ടിട്ട് കൂട്ടാൻ വയ്ക്കാം, തേങ്ങ അരച്ചിട്ട് വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇച്ചിരി വഴുവഴുപ്പുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഗുണം. അസ്ഥി തേയ്മാനമുള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളച്ചീരയല്ല, പച്ചച്ചീര. പച്ചച്ചീര നമ്മുടെ ഫേവറേറ്റ് ആട്ടോ. എനിക്കിവിടെ പച്ചച്ചീര ഇഷ്ടം. പക്ഷേ ബാക്കി ഇവിടെ എല്ലാവർക്കും ചുമന്ന ചീര ഇഷ്ടം. പച്ചച്ചീര ഇപ്പം എടുത്തിട്ട് അങ്ങനെ പൊടിച്ചൊക്കെ വന്ന് ആ ഒരു ഉണ്ടോ തണ്ട് ഇത്രയായി. അപ്പം അമ്മ എടുത്തെടുത്ത് ഇത് നന്നായിട്ട് മൂത്തൊരു ചീരയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. ഇത് ചുമന്ന ചീര. ഇതൊരു സുന്ദരി ചീര കേട്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടോ, ഭയങ്കര നല്ല ഭംഗിയായി ഇതിങ്ങനെ നിൽക്കണതാണ്. ഇതിപ്പോൾ മൂത്തു. വിത്തിന് വേണ്ടിയിട്ട് അമ്മ നിർത്തിയേക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3 ചീര കണ്ടില്ലേ. ഇനിയുണ്ട് കേട്ടോ ഇവിടെ ചീര. ഇത് കൂർക്കയാണേ. അത് ചുമ്മാ പടർന്ന് നിൽക്കുക കേട്ടോ. ഇതിപ്പോൾ നട്ടതൊന്നുമല്ല, നട്ടതിൽ നിന്ന് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ വന്നേക്കുന്നതാണ്. ഇത് പച്ചച്ചീര, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണ പച്ചച്ചീരയാണ്. ഇതും ചിരിയൊക്കെ മൂപ്പായിട്ടുണ്ട്. ഇതൊരു മുളക് ഉണങ്ങി. ഇപ്പം അതിൻ്റെ വിളവൊക്കെ തീരാറായി. കുറേ നാളായി അതങ്ങനെ ഉണങ്ങിപ്പോയി. ഇതും മുരളിച്ച ബാധിച്ചു പോയത്. പിന്നെ ഇതാ ഒരു വഴുതന നിൽപ്പുണ്ട്. പക്ഷെ അത് വലിയ പുഷ്ടിയൊന്നും ഇല്ലാതെ നിൽക്കണേ. ആദ്യം നന്നായിട്ട് നിന്നു. പിന്നെ ചൂടൊക്കെ കൂടിക്കഴിഞ്ഞപ്പം ഒരു മാതിരിയായിപ്പോയി. ഈ താഴെ നിൽക്കുന്ന ആ സെയിം ചട്ടി തന്നെ കേട്ടോ. ചട്ടിയല്ല, ഒരു ടയറാണ് ഇത്. അതിന് താഴെ നിൽക്കുന്നത് കൂർക്കയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഡിസംബറിൽ വന്ന സമയത്ത് കൂർക്ക കിട്ടിയിട്ടു നമുക്ക്. നല്ല കൂർക്കയായിരുന്നു. അത് നമ്മുടെ നാടൻ കൂർക്കയല്ല, ഒരു പൊന്തൻ കൂർക്കയില്ലേ, ആ കൂർക്കയുടെ അത് അമ്മ നട്ടതാണ്. പക്ഷെ നന്നായിട്ട് വിളവ് കിട്ടിയായിരുന്നു. ഇതാ ചീര, ചെറിയ തൈകൾ അമ്മ നട്ടിരിക്കുക കേട്ടോ. ഇത് ടയറിലാണ് നട്ടിരിക്കണേ. ഇത് ഷൈചേട്ടൻ റെഡിയാക്കി കൊടുത്തത് അമ്മയ്ക്ക് ടയർ. ഇപ്പോൾ കുറച്ച് വർഷമായി ഇത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണിങ്ങനെ ഇളക്കി നടാൻ നേരത്ത് എന്തെങ്കിലും ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് നടും. അപ്പം അത് നന്നായിട്ട് വരും. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കൊള്ളണത് കൊണ്ട് തന്നെ ചെടിക്ക് അത്യാവശ്യം വേണ്ട നല്ല മണ്ണുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊരു പാവൽ. ഇതൊക്കെ ഏകദേശം പൂവാറായതാണ്. ഒരു കോവൽ ഉണ്ട് കേട്ടോ. നമുക്ക് താഴ്ത്തുന്ന മേളിലേക്ക് ഇങ്ങനെ പടർന്ന് കയറ്റിയിരിക്കുകയാണേ. എന്നിട്ടൊരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പന്തലിൽ ഇങ്ങനെ പടർന്ന് ഇപ്പോൾ കുറേ ആയി ഈ കോവൽ. കണ്ടോ, കോവയ്ക്ക് ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്, നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അമ്മ മിക്കവാറും ദിവസങ്ങളിൽ കയറുമ്പോഴൊക്കെ പൊട്ടിക്കും. ഒരു തടിയനായിട്ട് ഇങ്ങനെ ഉണ്ട പോലെയുള്ളൊരു കോവലാണ് ഇത്. കോവലിൻ്റെ തണ്ടെടുത്ത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ അമ്മ തണ്ടൊന്നും എടുക്കാറില്ല, കോവൽ മാത്രമേ എടുക്കുകയുള്ളൂ. എൻ്റെ അമ്മ തണ്ടെടുത്ത് വയ്ക്കും, നല്ല ടേസ്റ്റാണ് അത്. ഇത് നമ്മുടെ സുന്ദരി ചീര കേട്ടോ. ഇതിപ്പോൾ ഏകദേശം എടുക്കാൻ പാകത്തിന് നിൽക്കുവാണേ. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിൽക്കണ കാണാനായിട്ട്. കണ്ടോ, ഒരു പയർ കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ പയർ ഇപ്പം ഈ അമ്മ പറയണ ചൂടായി കഴിഞ്ഞപ്പോൾ പയറിന് കാര്യമായിട്ടുള്ളൊരു വിളവൊന്നും കിട്ടണില്ല. ഇത് നല്ലൊരു പച്ചച്ചീര കേട്ടോ. എന്ത് ഭംഗിയല്ലേ നിൽക്കണ കാണാൻ. ഇലയൊക്കെ നല്ല ഫ്ലഷി ആയിട്ട് നിൽക്കുക.
ഇത് നമ്മുടെ സുന്ദരിച്ചീര. പിന്നെ ഇത് നമ്മുടെ തക്കാളി ആട്ടോ, ഉണ്ടാവുന്നുണ്ടേ, കണ്ടോ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചെറിയ തൈയ്. ഇതൊരു പയറാട്ടോ, പക്ഷെ പയറൊക്കെ മുരണ്ടു പോയി. അത്യാവശ്യം നല്ല രീതിയിൽ പയർ ഉണ്ടായിരുന്നതാണ്, ഇവിടെ വെള്ളരിയൊക്കെ ഉണ്ടായിരുന്നതാ, പക്ഷെ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇത് ചീര. ഈ തണ്ട്, പയറിൻ്റെ തണ്ടും ഒരു മരം മുരണ്ട മാതിരി ആയിപ്പോയി. ഇതിപ്പോൾ അമ്മ പയർ നട്ടേക്കുവാണേ, മുളച്ചു വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ചീര അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ചീര ഉണ്ടാവും. ചീര തോരനാണ് മെയിൻ, അല്ലെങ്കിൽ ചീര വെച്ചിട്ട് ചിലപ്പോൾ മുട്ടയിട്ട് ചിക്കി വറുക്കോ, അതല്ലെങ്കിൽ ചീര വെച്ചിട്ട് ചാറുകറി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും. എന്താ ഇത് മൊത്തം ചീര കേട്ടോ. അമ്മയുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണേ. അമ്മ ഇങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ ഇട്ടിട്ടാണ്, ഇതിൽ മണ്ണിട്ടിട്ടാണ് ചീര നടുക. അപ്പോൾ ടെറസിന് അങ്ങനെ വലിയ കുഴപ്പമൊന്നും പറ്റില്ല. അമ്മ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് പ്രശ്നം വരുമല്ലോ, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായിരുന്നതാണ്, ഇതെല്ലാം ഇപ്പോൾ പൊട്ടിച്ചെടുത്തതാണ്. കണ്ടോ, ഇവിടെ പാകിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി, അത് നന്നായിട്ട് നിൽപ്പുണ്ട്. ഇനി കുറച്ചുകൂടി ആകുമ്പോൾ ഇതുപോലെ ഇങ്ങോട്ട് പറിച്ച് നടുവാണ് ചെയ്യണേ. അപ്പോഴേക്ക് ഈ ചീര ഏകദേശം എല്ലാം എടുത്ത് കാണും. അപ്പോൾ ഇവിടെ വീണ്ടും നടും. എല്ലാത്തിലും ഈ ചീരയാണ്. ഇത് കണ്ടോ മാങ്ങ, ഈ മാങ്ങ നല്ലൊരു മാവായത്, ഈ മേളിൽ നിൽക്കുന്ന പ്രിയൂരുമാവെന്ന് പറയും ഇവിടെയൊക്കെ. പക്ഷേ ആ മാങ്ങയൊന്നും നമുക്കിപ്പോൾ കിട്ടണില്ല. ഈ വവ്വാൽ വന്ന് കടിച്ചിങ്ങനെ ഇടുക, പഴുത്തതൊക്കെ. നമ്മൾക്ക് കിട്ടാനായിട്ട് ഒരു വഴിയില്ല. ഈ മുളക് മുരണ്ടു പോയിട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ലതായിട്ട് നിന്നിരുന്നു ആ മുളക്, പക്ഷെ എന്തോ ഒരു മുരൾച്ച ബാധിച്ചു. ഇത് വെണ്ട അത്യാവശ്യം ഉണ്ട്, പക്ഷേ ഇപ്പോൾ എല്ലാം എടുത്ത് നിൽക്കുന്നത് കൊണ്ട് കാര്യമായിട്ട് വെണ്ടയ്ക്കായൊന്നുമില്ല. ഇതൊക്കെ ചീര മൂത്തതാണ്. നമ്മുടെ മുളക്, പച്ചമുളക് ഇഷ്ടംപോലെ കിട്ടിയിരുന്നതാണ്, പക്ഷെ അതൊക്കെ ഒരു കാലാവധി കഴിയുമ്പോൾ എല്ലാം മുരണ്ടൊക്കെ പ്രായമാകുമ്പോഴേക്കും അങ്ങ് വിളവൊക്കെ അങ്ങ് പോവും. പിന്നെ അതങ്ങ് പയ്യെ ഉണങ്ങിപ്പോവും. ഈ പയർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പയർ തരണുണ്ട് കേട്ടോ. അത് ഇങ്ങോട്ട് പടർന്ന് കയറിയേക്കുവാണേ. അപ്പോൾ ഇവിടുന്ന് അമ്മ പൊട്ടിച്ചെടുക്കും. കണ്ടോ, ഇതും ടയറിലാട്ടോ നിർത്തിയിരിക്കണേ. പിന്നെ ഇതാ ഈ ചീര, ഇതും ടയറിലാണ്. 2-3 കട ചീരയൊക്കെ നന്നായിട്ട് ഇതുപോലെ പച്ചച്ചീരയൊക്കെ നട്ട് ടയറിൽ നട്ട് കഴിഞ്ഞാൽ ഒരു 4-5 കടയുണ്ട്, നന്നായിട്ട് നിന്നോളും. എന്താ ഒരു ചെടി പോലെ വേണമെങ്കിൽ നമുക്കിത് വയ്ക്കാം, അത്ര ഭംഗിയായത്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വേണമെങ്കിൽ നിരത്തി വയ്ക്കാം, നമുക്ക് എടുത്ത് കറി വയ്ക്കുകയും ചെയ്യാം. അതുപോലത്തെ ഒരു ചീരയത്. ഇത് കൂർക്ക കേട്ടോ. ഇത് പാകമാകുമ്പോഴേക്കും ഈ കൂർക്കയുടെ ഇലയൊക്കെ മൊത്തം ഒരുമാതിരി മഞ്ഞ കളറൊക്കെ പോലെയായി ഒരു മാതിരിയാവും. അപ്പോൾ ഏകദേശം നമുക്ക് എടുക്കാൻ പറ്റുന്ന പാകം കുറച്ച് ആയി കഴിയുമ്പോൾ ആയിട്ടുണ്ടെന്നുള്ളൊരു സൂചനയത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ മേളിലുള്ള പച്ചക്കറിക്ക് പിത്രമുള്ളൂ കേട്ടോ. കടുത്ത വേനലായതുകൊണ്ട് നമ്മുടെ കണ്ടോ എല്ലാ പച്ചക്കറിയും അതിൻ്റേതായ ഒരു വിളവൊന്നും കാര്യമായിട്ടില്ല. എന്നാലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ കയറിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ നമുക്ക് ചീരയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ താഴത്തെ പച്ചക്കറി കുറച്ചുണ്ട്, അതും കൂടെ കാണിക്കാം കേട്ടോ. താഴെയാണേ നമ്മുടെ കാന്താരിയായിരുന്നു, കുഞ്ഞു കുഞ്ഞു കാന്താരിയാണ്. പക്ഷെ ഇത് പ്രായമായിപ്പോൾ, അതിൻ്റെ പ്രായാധിക്യം കൊണ്ട് അത് ഇങ്ങനെയായിട്ടോ. ഇനി അത് പയ്യെ നിന്ന് ഉണങ്ങും. ഇതാണ് സാമ്പാർ ചീര. സാമ്പാറിലിടാം, അല്ലാതെ ചീരയായിട്ട് ഞാൻ തോരൻ വെക്കൽ കുറവാണ്, പക്ഷേ മുട്ടയിട്ട് ചിക്കി വറുക്കാറുണ്ട്. ഈ അടയ്ക്കാമരത്തുമ്മയൊക്കെ നമ്മളിങ്ങനെ ഈ കുരുമുളകിൻ്റെ കൊടിയൊക്കെ പടർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പം അത്യാവശ്യം വിളവ് തരണുണ്ടെന്ന് അമ്മ പറയുന്നുണ്ട്.
ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര കണ്ടോ. ഇതൊരു ടയറിലാട്ടോ നിർത്തിയിരിക്കണേ. ഇത് താഴെ ഫ്രണ്ടിൽ നിർത്തിയേക്കോ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച മാതിരിയാണ് ഇപ്പൊ ഇവിടെ നിക്കണേ കേട്ടോ. കണ്ടോ, മൊത്തം ഇങ്ങനെ താഴത്തേക്ക് വീണ് താഴത്തും വേര് പിടിച്ചേക്കുവാണേ. കണ്ടോ, അപ്പം അങ്ങനെ പടർന്ന് നിൽക്കുന്നിടത്ത് അങ്ങ് പടർന്നോളും. ശരിക്കും അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് പനിക്കൂർക്ക. ഇത് നമ്മുടെ ചീര കേട്ടോ. ഇത് വള്ളിച്ചീരയാണ്, ആ മുകളിൽ നിൽക്കുന്നതിൻ്റെ തന്നെ. ഇത് ചുമ്മാ മരത്തിലൊക്കെ പടർന്ന് തന്നെ ഇത് മുളച്ചു വരും. മഴയത്തൊക്കെ ഇതിൻ്റെ വിത്തങ്ങ് ഒഴുകിപ്പോവും. ഇപ്പം വിത്തായിട്ടില്ല, ഒരു നല്ല കറുത്ത കളറിലെ വിത്ത്. എന്നിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ ഒഴുകി നടന്ന് അത് പടരും. ഇത് മണിത്തക്കാളിയായി നിൽക്കണേ. പക്ഷേ ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട് മുരണ്ട് നിൽക്കുക കേട്ടോ. ഇത് മണിത്തക്കാളിയുടെ വേറെയാണ്. ഇതും പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടൊന്നും അല്ല നിൽക്കണേ. വെയിൽ കാര്യമായിട്ട് അടിക്കാത്തതുകൊണ്ട് അത്ര ഒരു ഉഷാറൊന്നും ഇല്ല ഇതിന്. ഇത് ഈ പൂവിട്ടേക്കുന്നുണ്ടോ, ഇതൊക്കെ കായാവും. ഇന്നിപ്പോൾ 5-8 കായ ഉണ്ടായിരുന്നു. അത് രാവിലെ തന്നെ പാറ ഒന്ന് പൊട്ടിച്ച് കഴിച്ചു. അതുകൊണ്ടാണ് കാണാത്തത്. നാളത്തേക്കും കായൊന്നും പച്ച കാണുന്നില്ല. ഒരെണ്ണം ഉണ്ടായിരുന്നു നന്നായിട്ട് നിൽക്കണേ. പക്ഷെ അത് ശരിക്കും മൂത്ത് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങാറായി. ഇത് നിത്യവഴുതനയാട്ടോ. ഇതിങ്ങനെ ഒരു പന്തലിട്ടിട്ട് അതിൽ നിർത്തിയേക്കുവാണേ. നിത്യവഴുതന എന്ന് പറയും. നിത്യവഴുതന കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നിത്യവഴുതന എന്ന് പറയണേ. കണ്ടോ, ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഇതാട്ടോ നിത്യവഴുതന. ഈ നിത്യവഴുതന ഇതൊന്നും മൂത്ത് നിൽക്കുക കേട്ടോ. ഇത്രയൊന്നും മൂപ്പിക്കില്ല. ഇതിപ്പോൾ വിത്തിന് വേണ്ടിയിട്ടേക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വലിപ്പമാവില്ല. ഇത് ഏകദേശം ഇത്രയാവും. പക്ഷേ ഈ പൂവ് കണ്ടോ, അത് ഇത്രയാവില്ല. എന്നിട്ട് ആ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലതാണ്. പക്ഷേ ഇത് ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ്. കണ്ണിന് കാഴ്ചക്കുറവിനൊക്കെ ഭയങ്കര നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് നല്ലതാണ്. അതിൻ്റെ പൂവാട്ടോ ഈ കാണണേ, മേളിൽ നിൽക്കണേ. ഒരു വയലറ്റ് കളറിലെ പൂവാണ്. നല്ല ഭംഗിയാണ് വിരിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരെണ്ണെങ്കിലും കാണിക്കാൻ കിട്ടിയായിരുന്നു. ഇതിപ്പോൾ ആയി വരണേ ഉള്ളൂ നന്നായിട്ട്. ഇത് നമ്മുടെ വെള്ള കാന്താരി ആട്ടോ. കണ്ടോ, ഇതിൻ്റെ കട മൊത്തം ഇങ്ങനെ പന്തലിച്ച് നിൽക്കും. ഇത് ഭയങ്കര കുറേ സ്ഥലം വേണം ഇതിന് നിൽക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു 2 വർഷത്തോളം ആയി. ഇത് 2 വർഷം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ അതിൻ്റേതായൊരു വിളവൊക്കെ കുറവുണ്ട്. എന്നാലും എപ്പോഴും നമുക്ക് മുളക് കിട്ടും. പ്രത്യേകിച്ച് കടയിൽ നിന്നൊന്നും പച്ചമുളകേ വാങ്ങിക്കണ്ട. ഇതൊരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറേ എടുത്തങ്ങനെ നിൽക്കുക. എല്ലാം പഴുത്തൊക്കെ നിൽക്കുക. നമ്മൾ പോകുമ്പോൾ ചെന്നൈക്ക് പോകുമ്പോഴും ഇതിന്ന് നുള്ളി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ പ്രാവശ്യമൊക്കെ വിളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. വെയിലിൻ്റെയും പിന്നെ ഇതിൻ്റെ പ്രായാധിക്യത്തിൻ്റെ ഒക്കെ ആയിരിക്കും. ഇത് ഒരു മണിത്തക്കാളി ആട്ടോ. പക്ഷേ ഇത് മുരണ്ട് പോയി. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ നന്നായിട്ട് നിൽക്കുമായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മണിത്തക്കാളി കാണിച്ചു തരാനായിട്ട് കായൊന്നുമില്ല. ഒരു കായുണ്ടേ. ഇതാട്ടോ കായ. ഇതാണ് കായ. പൊട്ടിച്ച് നോക്കട്ടെ. ഇതൊന്നും പഴുത്തും മൂത്ത് നിൽക്കുക കേട്ടോ. ഒരുമാതിരി ഉണങ്ങി തുടങ്ങിയായിരുന്നു. ആ വേണോ? ചേച്ചിമാരായിട്ട് നിൽക്കുക കേട്ടോ. അപ്പുറം ഇപ്പുറമുള്ള വീട്ടിൽ, തൊട്ടപ്പുറത്തെ വീട്ടിലെ പിള്ളേരാണ്. രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാ പാർമ. എന്തായി, ഇഷ്ടായില്ലേ? ആ, അത് മൂത്തിട്ടുണ്ട്. അപ്പം അതിന് ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. അവളിത് രാവിലെ ഉണ്ടായിരുന്നതൊക്കെ പൊട്ടിച്ച് കഴിച്ചതാ. അപ്പം പച്ചക്കറി എന്ന് പറയാനേ അത്രേ ഉള്ളൂ. പിന്നെ ചെടികളൊക്കെ കേട്ടോ.
പിന്നെ ഇതാ നമ്മുടെ പുതിന കേട്ടോ, അപ്പോൾ ആയി വരണേ ഉള്ളൂ. ഇത് ഇവിടുത്തെ പുതിന ഭയങ്കരമായിട്ട് നന്നായിട്ട് നിന്നിരുന്നത്, പക്ഷെ അത് പോയി. അപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ് ഒരു തൈ, ഒരു ചെറിയൊരു പാത്രത്തിൽ പിടിപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ അത് നന്നായി വന്നോളൂ ഇവിടെ നിന്നിട്ട്. ഇത് നമ്മുടെ ഒരു നല്ല മുളകാട്ടോ, കാന്താരി. ഇതിൻ്റെ തന്നെയാണ് എല്ലായിടത്തും നിൽക്കണേ. ഇപ്പം കാന്താരി ഇവിടെ നിൽക്കുന്നതൊക്കെ പ്രായമായി. ഇനി ഇതെല്ലാം മാറ്റി നടണം. നമ്മുടെ വേറൊരു വീഡിയോയിൽ നമ്മുടെ പറമ്പിലുള്ള വേറെ കുറച്ച് പച്ചക്കറികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടെ നിൽപ്പുണ്ട് 2 കാന്താരി. അത് അത്യാവശ്യം നന്നായിട്ട് നിൽക്കുക. ഇതെല്ലാം പ്രായമായതുകൊണ്ട് അതിൻ്റേതായ ഒരു കാഴ്ചയിൽ തന്നെ അറിയാം. ഇതിപ്പോൾ കുരുമുളക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇത് ഇവിടെ 2018 വെള്ളപ്പൊക്കത്തിൽ കുരുമുളക് എല്ലാം പോയിട്ടോ, ചീഞ്ഞു പോയായിരുന്നേ. അതിന് ശേഷം നമ്മൾ നട്ടിട്ട് പിന്നെ പടർന്ന് ഉണ്ടാവണതാണ്. നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെ പച്ചക്കറിയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ബൈ പറഞ്ഞേ.